നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിൽ വൻകിടക്കാർ എങ്ങനെയാണ് സാധാരണക്കാരെ പറ്റിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? യാതൊരു പണച്ചെലവുമില്ലാതെ വെറും വ്യാജ ഓർഡറുകൾ കൊണ്ട് വിപണിയെ വിറപ്പിക്കുന്ന വിദ്യയാണ് സ്പൂഫിംഗ്. ഒരു രൂപ പോലും ചിലവാക്കാതെ കോടികൾ കൊയ്യുന്ന ഈ വിദ്യയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓഹരി വിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റമോ വിലയിടിവോ ഉണ്ടാക്കാൻ വേണ്ടി വ്യാജ ഓർഡറുകൾ നൽകുന്ന ഒരു ചതിക്കുഴിയാണിത്. ലാഭമുണ്ടാക്കാൻ വേണ്ടി വലിയ ട്രേഡർമാർ അല്ലെങ്കിൽ അൽഗോരിതം ഉപയോഗിക്കുന്നവർ നടത്തുന്ന നിയമവിരുദ്ധമായൊരു പ്രവൃത്തി. സ്റ്റോക്ക് മാർക്കറ്റ് സ്പൂഫിംഗ് നടക്കുന്നത് എങ്ങനെയാണ്? വ്യാജ ഓർഡർ നൽകൽ തന്നെയാണ് ആദ്യപടി. ഒരു സ്പൂഫർ അഥവാ തട്ടിപ്പ് നടത്തുന്നയാൾ ഒരു ഓഹരി വാങ്ങാനോ വിൽക്കാനോ വേണ്ടി വളരെ വലിയ ഒരു ഓർഡർ നൽകുന്നു. പക്ഷെ ഈ ഓർഡർ നടപ്പാക്കാൻ അയാൾക്ക് ഉദ്ദേശമില്ല. ഇത്രയും വലിയൊരു ഓർഡർ കാണുമ്പോൾ വിപണിയിലുള്ള മറ്റുള്ളവർ ആ ഓഹരിക്ക് വലിയ ഡിമാൻഡ് ഉണ്ടെന്ന് കരുതി വാങ്ങാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ വിൽക്കാൻ തുടങ്ങുന്നു. ഇത് കാരണം ഓഹരിയുടെ വില പെട്ടെന്ന് മാറുന്നു. ഓഹരി വില തനിക്ക് ലാഭകരമായ രീതിയിൽ എത്തുമ്പോൾ സ്പൂഫർ തന്റെ വലിയ വ്യാജ ഓർഡർ പെട്ടെന്ന് റദ്ദാക്കുന്നു. വില മാറി ആ സമയത്ത് അയാൾ തന്റെ യഥാർത്ഥ ഓഹരികൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്ത് വലിയ ലാഭം ഉണ്ടാക്കുന്നു. പണമില്ലാതെ എങ്ങനെയാണ് വലിയ ഓർഡറുകൾ ഇടുന്നത്? അല്ലെങ്കിൽ ഇത് എങ്ങനെ സാധ്യമാകും? ഇങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകും അല്ലേ? യഥാർത്ഥത്തിൽ അവർ ഓർഡർ ഇടുന്നത് പണമില്ലാതെയല്ല, മറിച്ച് പണം ഉപയോഗിക്കാതെയാണ്. ഇത് എങ്ങനെയെന്ന് ഇനി പറയുന്ന പോയിന്റുകളിലൂടെ മനസ്സിലാക്കാം. സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഉടനെ പണം നഷ്ടപ്പെടാറില്ല. ആ ഓർഡർ മറ്റൊരു വിൽപ്പനക്കാരന്റെ ഓർഡറുമായി ഒത്തുപോകുമ്പോൾ മാത്രമാണ് ട്രേഡ് നടക്കുകയുള്ളൂ. സ്പൂഫർമാർ ചെയ്യുന്നത് നിലവിലെ മാർക്കറ്റ് വിലയേക്കാൾ അല്പം താഴെയായി വലിയൊരു ബൈ ഓർഡർ ഇടുന്നു. ഉദാഹരണത്തിന്, ഒരു ഷെയറിന്റെ വില 100 രൂപയാണെങ്കിൽ ഇവർ 98 രൂപയ്ക്ക് 10 ലക്ഷം ഷെയറുകൾ വാങ്ങാൻ ഓർഡർ ഇടും. ഈ ഓർഡർ സിസ്റ്റത്തിൽ കാണുമെങ്കിലും വില 98ലേക്ക് എത്താത്തിടത്തോളം കാലം പണം കൈമാറ്റം ചെയ്യപ്പെടില്ല. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ വഴിയാണ് ഇത് ചെയ്യുന്നത്. ഒരു സെക്കൻഡിന്റെ 1001 ഭാഗം സമയം കൊണ്ട് ഇവർക്ക് ആയിരക്കണക്കിന് ഓർഡറുകൾ ഇടാനും റദ്ദാക്കാനും കഴിയും. സാധാരണക്കാർ ആ ഓർഡർ കണ്ട് വാങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ക്ലിക്കിലൂടെ കമ്പ്യൂട്ടർ ആ വ്യാജ ഓർഡറുകൾ പിൻവലിച്ചിട്ടുണ്ടാകും. വലിയ ഇൻവെസ്റ്റർമാരുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ ബാലൻസ് ഉണ്ടാകും. ഈ തുക ഉപയോഗിച്ച് അവർക്ക് വലിയ ഓർഡറുകൾ ഉടൻ ലിമിറ്റ് ലഭിക്കും. അവർക്ക് 100 കോടിയുടെ ഓർഡർ ഇടാൻ സാധിക്കും, കാരണം അവരുടെ അക്കൗണ്ടിൽ ഈ പണമുണ്ട്. പക്ഷെ ഓർഡർ ട്രേഡായി മാറുന്നതിന് തൊട്ടു മുൻപ് അവർ അത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ അവരുടെ പണം സുരക്ഷിതമായി അക്കൗണ്ടിൽ തന്നെ ഇരിക്കും. ഒപ്പം മാർക്കറ്റിൽ വില കൂടുകയും ചെയ്തു. ഇതൊരു പ്രത്യേക തന്ത്രമാണ്. സ്പൂഫർ ഒരൊറ്റ വലിയ ഓർഡറിന് പകരം വ്യത്യസ്ത വിലകളിൽ, ഉദാഹരണത്തിന് 98 രൂപ, 98.2 രൂപ, 98.3 രൂപ എന്നിങ്ങനെ ചെറിയ ചെറിയ അനേകം ഓർഡറുകൾ ഇടും. ഇത് കാണുമ്പോൾ വിപണിയിൽ വലിയൊരു ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നും. പക്ഷെ എല്ലാം വ്യാജമായിരിക്കും. അവർക്ക് ഓർഡർ ഇടാനുള്ള ക്രെഡിബിലിറ്റി ഉണ്ട്, പക്ഷെ ആ പണം ഉപയോഗിച്ച് ഷെയർ വാങ്ങാൻ അവർക്ക് ഉദ്ദേശമില്ല. വിപണിയെ പറ്റിക്കാൻ വേണ്ടി മാത്രം അവർ ആ പണം ഒരു പ്രദർശന വസ്തുവായി ഉപയോഗിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ സ്പൂഫിംഗ് കേസുകളിൽ ഒന്നാണ് നവീന്ദർ സിംഗ് സാരാഭായുടെ ഫ്ലാഷ് ക്രാഷ് കേസ്. 2010 മെയ് 6 അമേരിക്കൻ ഓഹരി വിപണിയിൽ പെട്ടെന്നുണ്ടായ ഒരു തകർച്ചയ്ക്ക് പിന്നിൽ ലണ്ടനിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ വംശജനായ ട്രേഡർ ആയിരുന്നു. ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ഉപയോഗിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് വ്യാജ സെൽ ഓർഡറുകൾ അദ്ദേഹം നടത്തി. ഇത് കണ്ട് വിപണിയിലെ അൽഗോരിതങ്ങൾ പേടിച്ച് ഓഹരികൾ വിറ്റഴിക്കാൻ തുടങ്ങി. വെറും 30 മിനിറ്റിനുള്ളിൽ ഡൗ ജോൺസ് സൂചിക ഏകദേശം 1000 പോയിന്റ് ഇടിഞ്ഞു. $1 ട്രില്യൺ വിപണി മൂല്യം നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് ഇയാളെ പിടികൂടുകയും വർഷങ്ങളോളം നീണ്ട നിയമ നടപടികൾക്ക് ശേഷം US കോടതി ശിക്ഷിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ അടുത്ത കാലത്തായി അൽഗോരിതം ട്രേഡിംഗ് ഉപയോഗിച്ച് സ്പൂഫിംഗ് നടത്തിയതിന് പല ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും സെബി പിഴ ചുമത്തിയിട്ടുണ്ട്. 2022-23 കാലയളവിൽ പല ട്രേഡർമാരും ലക്ഷക്കണക്കിന് വ്യാജ ഓർഡറുകൾ സെക്കൻഡുകൾക്കുള്ളിൽ നൽകുകയും റദ്ദാക്കുകയും ചെയ്തതായി കണ്ടെത്തി. ഇത്തരം പ്രവണത കാണിക്കുന്നവർക്ക് 5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ പിഴ ചുമത്താറുണ്ട്. കൂടാതെ അവരുടെ ട്രേഡിംഗ് ടെർമിനലുകൾ ആഴ്ചകളോളം ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. സെബിയുടെ ഭാഗത്തു നിന്നും കർശനമായ നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇന്ത്യയിൽ ഇത്തരം തട്ടിപ്പുകൾ തടയാൻ സെബി വളരെ ശക്തമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ഓർഡർ ടു ട്രേഡ് റേഷ്യോ എന്ന നിയമമാണ് ഇതിൽ പ്രധാനം. ഒരു ട്രേഡർ എത്ര ഓർഡറുകൾ നൽകുന്നു, അതിൽ എത്രയെണ്ണം യഥാർത്ഥത്തിൽ വ്യാപാരമായി മാറുന്നു എന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നിരീക്ഷിക്കും. അനാവശ്യമായി ഒരുപാട് ഓർഡറുകൾ നൽകുകയും അത് റദ്ദാക്കുകയും ചെയ്താൽ ആ ട്രേഡർക്ക് വലിയ തുക പിഴ വരും. ഓർഡറുകളുടെ എണ്ണവും നടന്ന ട്രേഡുകളും തമ്മിലുള്ള വ്യത്യാസം ഒരു പരിധിയിൽ കൂടുതലായാൽ ഓരോ തെറ്റായ ഓർഡറിനും 1 പൈസ മുതൽ മുകളിലേക്ക് പിഴ ഈടാക്കും. ലക്ഷക്കണക്കിന് ഓർഡറുകൾ നൽകുന്നവർക്ക് ഇത് വലിയൊരു തുകയായി മാറും. അത്യാധുനികമായ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് സെബി എല്ലാ മിനിറ്റിലും വിപണി നിരീക്ഷിക്കുന്നു. സ്പൂഫിംഗ് പാറ്റേണുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ആ ട്രേഡറുടെ ID ബ്ലോക്ക് ചെയ്യും. സെബി എങ്ങനെയാണ് ഇവരെ പിടികൂടുന്നത്? ഒരു സെക്കൻഡിൽ എത്ര ഓർഡറുകൾ വരുന്നു, എത്ര എണ്ണം റദ്ദാക്കപ്പെടുന്നു എന്നത് സെബിയുടെ സിസ്റ്റത്തിൽ റെഡ് അലർട്ട് കാണിക്കും. ഒരേ സ്ഥലത്ത് നിന്നോ ഒരേ IP അഡ്രസ്സിൽ നിന്നോ ആണോ ഈ ഓർഡറുകൾ വരുന്നത് എന്ന് പരിശോധിക്കും. വ്യാപാരം നടന്നതിന് ശേഷമുള്ള ഡാറ്റ വിശകലനം ചെയ്ത് ആർക്കാണ് ഇതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടായതെന്ന് കണ്ടെത്തും. സെബിയുടെ ഭാഗത്തു നിന്നും ഇത്രയും മുൻകരുതൽ ഉണ്ടെങ്കിലും നിങ്ങളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഓഹരി വിപണിയിൽ ഇത്തരം സ്പൂഫിംഗ് അല്ലെങ്കിൽ വിലക്കയറ്റ കൃത്രിമങ്ങളിൽ നിന്ന് നിങ്ങളുടെ പണം സംരക്ഷിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ മറക്കരുത്. ഒന്നാമത്തേത്, മാർക്കറ്റ് ഡെപ്ത് മാത്രം വിശ്വസിക്കരുത് എന്നതാണ്. ട്രേഡിംഗ് ആപ്പുകളിൽ ഒരു ഓഹരി വാങ്ങാൻ എത്ര പേര് നിൽക്കുന്നു, വിൽക്കാൻ എത്ര പേര് നിൽക്കുന്നു എന്ന് കാണിക്കുന്ന വിൻഡോ ആണിത്. വലിയ അളവിൽ ബൈ ഓർഡറുകൾ, ഉദാഹരണത്തിന് ലക്ഷക്കണക്കിന് ഷെയറുകൾ കാണുന്നത് കൊണ്ട് മാത്രം ആ ഓഹരി വാങ്ങരുത്. സ്പൂഫർമാർ ഇത്തരം ഓർഡറുകൾ ഇട്ട ശേഷം വില കൂടുമ്പോൾ അത് പെട്ടെന്ന് റദ്ദാക്കിയേക്കാം. പെന്നി സ്റ്റോക്കിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കരുത് എന്നതാണ് അടുത്തത്. വലിയ കമ്പനികളായ ടാറ്റ അല്ലെങ്കിൽ റിലയൻസ് എന്നിവയിൽ സ്പൂഫിംഗ് നടത്തി വില മാറ്റുന്നത് പ്രയാസമാണ്. എന്നാൽ കുറഞ്ഞ വിലയുള്ള അധികം ആരും അറിയാത്ത കമ്പനികളിൽ സ്പൂഫിംഗ് വളരെ എളുപ്പമാണ്. ഒരു ചെറിയ കമ്പനിയുടെ ഓഹരി വില പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ കൂടുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പർ സർക്യൂട്ടിൽ എത്തുന്ന സാഹചര്യം വിലയിരുത്തുക എന്നതാണ് ഇനി. ഒരു ഓഹരി ദിവസവും അപ്പർ സർക്യൂട്ടിൽ അടിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ ധൃതി കാണിക്കരുത്. സ്പൂഫർമാർ വലിയ ബൈ ഓർഡറുകൾ ഇട്ട് കൃത്രിമമായി ഈ സർക്യൂട്ട് ഉണ്ടാക്കിയതാകാം. നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അവ ഓർഡറുകൾ പിൻവലിക്കുകയും വില താഴേക്ക് പതിക്കുകയും ചെയ്യും. പിന്നീട് നിങ്ങൾ അത് വിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. ഓർഡർ റദ്ദാക്കലുകൾ നിരീക്ഷിക്കുക എന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഒരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ മാർക്കറ്റ് ഡെപ്തിൽ വലിയ ഓർഡറുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഇത് സ്പൂഫിംഗിന്റെ വ്യക്തമായ ലക്ഷണമാണ്. അവസാനമായി ശ്രദ്ധിക്കേണ്ടത്, ഒരു ഓഹരി വാങ്ങുന്നതിന് മുൻപ് ആ കമ്പനിയുടെ ലാഭം, കടം, ബിസിനസ് എന്നിവ പരിശോധിക്കുക. വെറും ഡിമാൻഡ് മാത്രം നോക്കി ഓഹരി വാങ്ങുന്നത് ചൂതാട്ടം പോലെ തന്നെയാണ്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വരുന്ന ടിപ്പുകൾ വിശ്വസിച്ച് ഓഹരികൾ വാങ്ങരുത്. പലപ്പോഴും സ്പൂഫർമാർ ഇത്തരം ഗ്രൂപ്പുകൾ വഴി ആളുകളെയൊക്കെ ഓഹരികൾ വാങ്ങിപ്പിച്ച് വില കൂട്ടുമ്പോൾ സ്വന്തം കൈവശമുള്ള ഷെയറുകൾ വിറ്റ് ലാഭം ഉണ്ടാക്കി മുങ്ങാറാണ് പതിവ്. നമ്മുടെ നാട്ടിലെ പല സാധാരണക്കാരും ലോൺ എടുത്തും മറ്റും ചെറിയ തുകയുമാണ് ഇൻട്രാഡേ ട്രേഡിംഗിലേക്ക് എത്തുന്നത്. വലിയ സ്ക്രീനുകളിലെ അക്കങ്ങൾ കണ്ട് കണ്ണഞ്ചി പോകരുത്. മാർക്കറ്റ് ഡെപ്ത് മാത്രം നോക്കി ട്രേഡ് എടുക്കുന്നത് റിസ്ക് ആണ്. വിപണിയിലെ ഈ മായാജാലങ്ങൾ മനസ്സിലാക്കി മാത്രം പണം നിക്ഷേപിക്കുക.